കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മലയാളികളുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഡിജിറ്റൽ കറൻസി അഥവാ ഡിജിറ്റൽ റുപ്പി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന അതൊന്നുമല്ല, ഈ പറയുന്ന ഈ റുപ്പി അഥവാ ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി എന്താണ്, ഇത് നമുക്ക് വാങ്ങാനൊക്കെ പറ്റുമോ, ഓൾസോ ഈ പറഞ്ഞ പോലെ 2050 ആകുമ്പോഴത്തേക്കും ഈ ഡിജിറ്റൽ റുപ്പിയും ഡിജിറ്റൽ കറൻസി ആയിരിക്കുമോ നമ്മുടെ ക്യാഷ് നോട്ട്സിനെ റിപ്ലേസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നതായിരിക്കും. സോ ഇതുപോലത്തെ പേഴ്സണൽ ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ശരിക്കും ഈ റുപ്പി എന്ന് പറഞ്ഞാൽ? അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ റുപ്പി എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ CBDC എന്ന് വിളിക്കുന്ന സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഡിജിറ്റൽ റുപ്പി ഡിജിറ്റൽ കറൻസി എന്ത് പറഞ്ഞാലും സംഭവം സെയിം തന്നെയാണ്. അതായത് ഈ ഒരു നമ്മുടെ സാധാരണ ക്യാഷ് റുപ്പി നോട്ടില്ലേ, ഇതിൻ്റെ തന്നെ ഡിജിറ്റൽ വേർഷനാണ്. അപ്പോൾ RBI ആണ് ഇത് പ്രിൻറ്റ് ചെയ്യുന്നത്, ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അതേപോലെ തന്നെ RBI ആയിരിക്കും ഈ റുപ്പി അഥവാ ഡിജിറ്റൽ കറൻസി ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ റുപ്പി എന്ന് പറഞ്ഞ സാധനത്തിന് ടെക്നോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യാം, ഓൾസോ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആക്ച്വലി ഈ റുപ്പി എങ്ങനെയാണ് നമുക്ക് വാങ്ങാൻ പറ്റുക, അത് സ്റ്റോർ ചെയ്യാൻ പറ്റുക, അത് ഉപയോഗിച്ച് ട്രാൻസാക്ട് ഒക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം പ്രാക്ടിക്കലായിരുന്നു മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഡിജിറ്റൽ റുപ്പി എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല പല ബാങ്കുകളുടെ ഡിജിറ്റൽ റുപ്പിയുടെ ആപ്പ് കാണാൻ പറ്റും. അപ്പോൾ ഏതാണോ നിങ്ങളുടെ ബാങ്ക് അതിൻ്റെ ചൂസ് ചെയ്താൽ മതി, അതിൽ വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം SBI ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ SBIയുടെ ചൂസ് ചെയ്യുന്നു, ഞാൻ ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സിമ്മും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തിട്ട് അവസാനം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് കാണാൻ പറ്റും. അത് ഏത് ആപ്പാണെങ്കിലും ഓൾമോസ്റ്റ് ഈ ഒരു സ്റ്റൈലുള്ള പേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക, കാരണം ബാക്ക് എൻഡ് മിക്കതും RBI തന്നെയാണ് മാനേജ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലോഡ് സെക്ഷനിൽ പോവുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പൈസയാണോ ഡിജിറ്റൽ റുപ്പി ആയിട്ട് ലോഡ് ചെയ്യാനുള്ള പൈസ ഇവിടെ കൊടുത്താൽ മതി. ഒന്നെങ്കിൽ നമ്മുടെ എങ്കിൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെയാണ് ആക്ച്വലി ഡിജിറ്റൽ റുപ്പീസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സാധാരണ റുപ്പി പോലെയാണ്, പക്ഷേ തിരിച്ചിട്ട പോലെയൊക്കെ ഉണ്ടാവും. ഇതിൽ എഴുതിയിട്ടുണ്ട് RBIയുടെ ലോഗോ ഉണ്ട്. നമ്മുടെ നോട്ടിൽ എഴുതിയ അതേ സെൻറ്റൻസ് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് I promise to pay the bearer the sum of 10 rupees അല്ല 5 rupees. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇങ്ങനെ ലോഡ് ചെയ്യാം. അൺലോഡ് ചെയ്യുകയാണെങ്കിൽ ആ സാധനം തിരിച്ചിങ്ങനെ വലിച്ചാൽ അൺലോഡ് ആവുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 27 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ ഡിനോമിനേഷൻസിൽ തന്നെയാണുള്ളത് 50, 100, 200, 500. 2000 ഇതിൽ കാണുന്നില്ല. ഓൾസോ കോയിൻസും ഉണ്ട്, 50 പൈസയുടെ കോയിനുണ്ട്, 1 രൂപയുടെ കോയിനുണ്ട്. നോട്ടിലും നമ്മൾ ഓൾറെഡി കണ്ട പോലെ തന്നെ 50, 20, താഴേക്ക് 10, 5. അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ആക്ച്വൽ നോട്ട്സ് ഉള്ളത് അതേ ഡിനോമിനേഷൻസ് തന്നെയാണ് ഈ റുപ്പി ഉള്ളത്. അപ്പോൾ ഇവിടെയുള്ള ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഉള്ള നോട്ടിൻ്റെ തന്നെ ഡിജിറ്റൽ വേർഷൻ മാത്രമാണ് ഈ റുപ്പി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞാൻ 27 രൂപയുടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ലോഡ് ചെയ്യാൻ പോവാണ്. ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നെങ്കിൽ എൻ്റെ UPI അക്കൗണ്ടിൽ നിന്ന് ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ലോഡ് ചെയ്യാം. ഞാൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ലോഡ് ചെയ്യാൻ കൊടുക്കുകയാണ്. അങ്ങനെ ലോഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഓൾറെഡി ഞാനിവിടെ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി ലോഡ് ഡിജിറ്റൽ റുപ്പി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വാളറ്റിലേക്ക് 27 രൂപ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഹോമിൽ പോയി നോക്കിയിട്ട് എൻ്റെ കറണ്ട് ബാലൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബാലൻസ് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ കറണ്ട് ബാലൻസ് 39 രൂപയാണ്. ഓൾറെഡി ഞാൻ കുറച്ച് പൈസ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എക്സ്ട്രാ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൈസ ഇവിടെ കാണാൻ പറ്റും. ഇനി ഈ ഒരു പൈസ ഇത് എൻ്റെ ഡിജിറ്റൽ വാളറ്റിലാണ് നിൽക്കുക. ഈ ഒരു പൈസ എനിക്ക് നാളെ ആർക്ക് വേണേൽ അയക്കാം. അപ്പോൾ അതിൽ അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെൻഡ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ നാളെ ഒരു കടയിൽ പോയാൽ എൻ്റെ ഫ്രണ്ടിന് പൈസ അയക്കുകയാണെങ്കിൽ ഞാൻ സെൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ നമ്പർ അഥവാ കോൺടാക്ട്സ് കാണാൻ പറ്റും, QR കോഡ് കാണാൻ പറ്റും. അത് ഞാൻ ഫോൺ നമ്പർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കോൺടാക്ട് സെലക്ട് ചെയ്തിട്ട് ഞാൻ അയച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുകയും ചെയ്യും. അത് ഞാനിവിടെ കാണിച്ചു തരുന്നില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പൈസ റിസീവ് ചെയ്യുന്ന ആൾക്കും ഇതുപോലത്തെ ഒരു ഡിജിറ്റൽ വാളറ്റ് അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കണം. അങ്ങനെ രജിസ്റ്റർ ചെയ്തവർക്ക് പൈസ നിങ്ങൾക്ക് അയക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് ലൈക്ക് UPI, ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഗൂഗിൾ പേ ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഗൂഗിൾ പേ അയക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഓൾറെഡി ഇത് ഡിജിറ്റൽ വാളറ്റ് ഓൾറെഡി ആപ്പൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഇത് അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അയക്കാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കംപ്ലയിൻറ്റ് റേസ് ചെയ്യാം. അപ്പോൾ അതിന് റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണേൽ കംപ്ലയിൻറ്റ് റേസ് ചെയ്യാം. നിങ്ങളുടെ പൈസ പോയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ലോഡ് ആയിട്ടില്ലെങ്കിലോ റേസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സംവിധാനമാണ് നമ്മുടെ ഡിജിറ്റൽ റുപ്പിക്കുള്ളത്. ബേസിക്കലി പറഞ്ഞാൽ ഉള്ളൂ, നിങ്ങളുടെ പൈസ ഈ ഒരു വാളറ്റിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ആ സ്റ്റോർ ചെയ്ത പൈസ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണേലും ട്രാൻസാക്റ്റും ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു സ്കീം. അപ്പോൾ ഈ റുപ്പി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യണം എന്നുള്ള കാര്യം ബേസിക്കായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. നെക്സ്റ്റ് നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുക, ഈ റുപ്പിയും നമ്മുടെ ഓൾറെഡി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗൂഗിൾ പേയും ഫോൺ പേയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അപ്പോൾ അത് നമുക്കിനി നോക്കാം. അപ്പോൾ ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് UPI. അപ്പോൾ ഈ UPI ടെക്നോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യം വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വൽ നമ്മൾ സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ഉണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞത്രേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് 500 രൂപ നിങ്ങളുടെ ഫ്രണ്ടിന് അയക്കുകയാണെങ്കിൽ ബേസിക്കായിട്ട് സംഭവിക്കും, നിങ്ങളുടെ ഗൂഗിൾ പേ എന്ത് ചെയ്യും, നിങ്ങളുടെ ബാങ്ക് ഒക്കെ നിങ്ങൾ ഓൾറെഡി പൈസ സ്റ്റോർ ചെയ്ത ബാങ്കില്ലേ, ആ ബാങ്കിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കും 500 രൂപ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മൈനസ് ചെയ്യും നിങ്ങളുടെ ബാങ്കിൽ നിന്ന്. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബാങ്ക് HDFC ബാങ്ക് ആണെങ്കിൽ അവിടേക്ക് 500 രൂപ ക്രെഡിറ്റ് ചെയ്യും.
അവൻ്റെ ബാങ്കിൽ 500 രൂപ കൂടും. അത് അവൻ്റെ ഫോണിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിലേക്കും എല്ലാ കാര്യങ്ങളും അറിയിക്കും. 500 രൂപ നിൻ്റെ അടുത്ത് നിന്ന് പോയി 500 രൂപ അവിടെ ഡെപ്പോസിറ്റ് ആയി എന്നുള്ള കാര്യം രണ്ടുപേരുടെ ഫോണിലേക്ക് അറിയിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ വർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബാങ്കുകളുടെ ഇൻവോൾവ്മെൻറ്റ് വലിയ രീതിയിലുണ്ട്. അതായത് നിങ്ങൾ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്ന ബാങ്കിൽ നിന്നാണ് പൈസ പോകുന്നത്, നിങ്ങളുടെ ഫ്രണ്ട് അക്കൗണ്ട് ഉള്ള ബാങ്കിലേക്കാണ് പൈസ പോകുന്നത്. അപ്പോൾ ബാങ്കുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ബേസിക്കലി ഈ ഗൂഗിൾ പേ വഴി ആയിക്കോട്ടെ ഫോൺ പേ വഴി ആയിക്കോട്ടെ നടക്കുക. എന്നാൽ നമ്മൾ ഇ-റുപ്പീൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇ-റുപ്പി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ വാളറ്റിലേക്ക് നിങ്ങൾ ആദ്യം ഇ-റുപ്പി ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇപ്പോൾ 100 രൂപയാണ്, 100 രൂപ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യുക? പല രീതിയിലും ചെയ്യാം. ആസ് ഓഫ് നൗ നമുക്ക് തൽക്കാലം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ ഒരു ഡിജിറ്റൽ വാളറ്റിലേക്ക് അഥവാ ഇ-റുപ്പിയുടെ വാളറ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് പറ്റുക. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വാളറ്റിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അമർത്തിയാൽ മതി. അവൻ്റെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ QR കോഡോ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ 500 രൂപ നേരെ ട്രാൻസ്ഫർ ആണ് ആവുക. അതായത് അതിനിടയിൽ വേറെ ബാങ്ക്സിൻ്റെയോ അല്ലെങ്കിൽ വേറെ പ്ലാറ്റ്ഫോംസിൻ്റെയോ ഒന്നും ഒരു ഇൻ്റർമീഡിയേഷൻ അവിടെ ഉണ്ടാവില്ല, ഡയറക്റ്റ് ട്രാൻസ്ഫർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഇ-റുപ്പിയുടെ ഡിഫറൻസ്. അപ്പോൾ ഈ ഡിഫറൻസ് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇ-റുപ്പിയുടെ ബേസിക് ടെക്നോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് ഇതിൻ്റെ ഇത്ര പ്രത്യേകത ഈ ഇ-റുപ്പിക്കുള്ള. ഫസ്റ്റ് കാര്യം, ഇത് സോവറിൻ കറൻസിയാണ് RBI ഇഷ്യൂ ചെയ്തത്. അതായത് ബേസിക്കലി നമ്മുടെ 20 രൂപ നോട്ട് 500 രൂപ നോട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആരാണ്? RBI ആണ്. അതൊരു ലീഗൽ ടെൻഡറാണ്. അതേപോലെ തന്നെ RBI ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഈ ഒരു റുപ്പിയുടെ തന്നെ ഈ ഒരു നോട്ടിൻ്റെ തന്നെ ഡിജിറ്റൽ വേർഷനാണ് നമ്മുടെ ഇ-റുപ്പി. അപ്പോൾ എത്രത്തോളം വാലിഡിറ്റി നമ്മുടെ സാധാരണ നോട്ടുകൾക്കുണ്ടോ ക്യാഷിനുണ്ടോ അത്രത്തോളം വാലിഡിറ്റി ആർക്കുണ്ട്? ഈ ഇ-റുപ്പിക്കുണ്ട്. അതാണ് അതിൽ ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നുള്ള കാര്യം നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, കോംപ്ലിക്കേഷനിലേക്ക് കടക്കാതെ. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു കല്യാണത്തിന് പോയി, ആ കല്യാണത്തിന് അവിടെ എല്ലാവരും കൂടെ അന്താക്ഷരി കളിക്കുകയാണ്. അന്താക്ഷരി കളിക്കുമ്പോൾ ഓരോൾക്കാർ ഇങ്ങനെ പാട്ട് പാടുമല്ലോ. അപ്പോൾ ഒരാൾ അതിൻ്റെ ഇടയിൽ പാടിയ പാട്ടിനെ വീണ്ടും പാടി, ബാക്കി എല്ലാവരും ചാടിക്കറി പറയും നീ പാടിയ പാട്ടാണ് വീണ്ടും പാടുന്നത്, നീ ചീറ്റിംഗ് കളിക്കാമെന്ന് പറയും. അപ്പോൾ അയാൾ പറയുകയാണെങ്കിൽ അല്ല ഞാൻ ചീറ്റിംഗ് കളിക്കുക അല്ല എന്ന് പറഞ്ഞു വിചാരിച്ചു. പക്ഷെ അപ്പം എന്ത് ചെയ്യും? അപ്പോൾ ബാക്കി എല്ലാവരും പാട്ടുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ചാടിക്കറി പറയും അല്ല നീ പാടിയ പാട്ട് തന്നെയാണ് വീണ്ടും പാടുന്നത്, നീ കള്ളത്തരാണ് കാണിക്കുന്നത് പറയും. കാരണം എല്ലാവർക്കും അറിയാം ആരൊക്കെ ഏതൊക്കെ പാട്ടാണ് പാടിയത്. ഇതേപോലെയാണ് നമ്മുടെ ക്രിപ്റ്റോസ്, നമ്മുടെ ബിറ്റ്കോയിൻ ആയിക്കോട്ടെ എതീറിയം ആയിക്കോട്ടെ അതൊക്കെ യൂസ് ചെയ്യുന്ന പബ്ലിക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വർക്ക് ചെയ്യാം. പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ അകല വ്യത്യാസം, പാട്ടുകളല്ല സ്റ്റോർ ചെയ്യുക, ട്രാൻസാക്ഷൻസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനൊരു ബിറ്റ്കോയിൻ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ നടത്തിയ ആ ട്രാൻസാക്ഷൻ ഒരു പബ്ലിക് ലെഡ്ജറിൽ രജിസ്റ്റർ ചെയ്യപ്പെടും. ആ ഒരു പബ്ലിക് ലെഡ്ജർ ആർക്കും ആക്സസ് ചെയ്യാം. സോ 100% അല്ലെ ഓൾമോസ്റ്റ് 100% ട്രാൻസ്പെറൻസിയാണ് അവിടെ ഉള്ളത്. ആർക്കും എല്ലാ കാര്യവും വെരിഫൈ ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മൾ പ്രൈവറ്റ് ബ്ലോക്ക് ചെയിനിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇ-റുപ്പി ഉപയോഗിക്കുന്ന പബ്ലിക് ബ്ലോക്ക് ചെയിൻ അല്ല, പ്രൈവറ്റ് ബ്ലോക്ക് ചെയിനാണ്. അപ്പോൾ അതെങ്ങനെ ഡിഫറൻ്റ് ആവുക? അകലെ വ്യത്യാസത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ആ കല്യാണത്തിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ അന്താക്ഷരി കളിക്കുമ്പോൾ നിങ്ങൾ പാടുന്ന പാട്ടും ബാക്കിയുള്ളവർ പാടുന്ന പാട്ടും എല്ലാവരും കേൾക്കില്ല. ആ ഒരു കല്യാണത്തിന് എന്നൊരു പ്രധാനിയായുള്ളൊരു അമ്മാവൻ ഉണ്ടാവും. ആ അമ്മാവനായിരിക്കും ഓരോ ആൾക്കാരെ വിളിച്ചിട്ട് നീ പാടുന്ന് പറയാം. എന്നിട്ട് അമ്മാവൻ നോട്ട് ചെയ്ത് വെക്കും, ഓരോ ആൾക്കാർ പാടിയ പാട്ടേതാ നോക്കി വെക്കും. എന്നിട്ട് അമ്മാവനായിരിക്കും ചെക്ക് ചെയ്യുക ഇവിടെ റിപ്പീറ്റേഷൻ നടന്നുണ്ടോ, എല്ലാവരും കറക്റ്റായിട്ടാണോ ചെയ്യുന്ന കാര്യം. ഈ അമ്മാവനായിരിക്കും ചെക്ക് ചെയ്യുക. ഈ അമ്മാവൻ നമ്മുടെ എക്സാമ്പിൾ ആരാണ്? നമ്മുടെ RBI ആണ്. അപ്പം ഈ പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്രിപ്റ്റോ കറൻസീസ് ആയിട്ട് സിമിലർ ആണ്. എങ്കിലും അവിടെ പബ്ലിക്കായിട്ട് ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കില്ല. ഓരോ ട്രാൻസാക്ഷൻസും നമുക്ക് എല്ലാവർക്കും പോയിട്ട് ഇങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റില്ല. ആ വെരിഫിക്കേഷനും കാര്യങ്ങളും ചെയ്യുക RBI ആയിരിക്കും. RBI ചിലപ്പോൾ RBI ട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സെലക്ടഡ് ബാങ്ക്സിനെയും കൂടി ഒരു പ്രൊസീജിയറിലേക്ക് കയറ്റാം. അപ്പോൾ അവരെല്ലാവരും കൂടി ആയിരിക്കും ചെയ്യുക. ജസ്റ്റ് ലൈക്ക് നമ്മുടെ അമ്മാവൻ്റെ വൈഫിനെയും അവൻ്റെ മക്കളെയും കൂടെ ചേർത്തിട്ട് ഈ പരിപാടി നടത്തുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉണ്ടാവും. അത് എല്ലാവർക്കും അറിയുന്ന പബ്ലിക് നോളജ് ആയിരിക്കില്ല. പക്ഷേ ടെക്നോളജി, ആ വെരിഫിക്കേഷൻ ടെക്നോളജിയും ആ പ്രൊസീജിയറൊക്കെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുക. പക്ഷേ പ്രൈവറ്റ് ആയിരിക്കും, RBI ആയിരിക്കും ഈ ഇൻഫർമേഷൻ എല്ലാം ട്രാക്ക് ചെയ്യാം അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് കാര്യം വരികയാണ് ഇൻട്രിൻസിക് വാല്യൂ ആണ്. അതായത് നമ്മുടെ ഒരു 500 രൂപയ്ക്ക് എന്ത് വാല്യൂ ഉണ്ടോ അല്ലേ, 500 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് 500 രൂപ വേർത്ത് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. അതേ ഇൻട്രിൻസിക് വാല്യൂ നമ്മുടെ ഡിജിറ്റൽ കറൻസി 500 രൂപയ്ക്ക് ഉണ്ടാകുന്നതായിരിക്കും. മാത്രമല്ല ബിറ്റ്കോയിനും ബാക്കിയുള്ള ഈ ക്രിപ്റ്റോ കറൻസീസ് പോലെ വലിയ ഫ്ലക്ച്വേഷൻസ്, വലിയ വോളറ്റിലിറ്റി മുകളിലേക്കോ താഴേക്കോ നമ്മുടെ ഈ സാധാരണ നോട്ട് കാണിക്കാറില്ല. 500 രൂപയുടെ വാല്യൂ ഒരു വർഷം കഴിഞ്ഞാലും ചെറിയ രീതിയിൽ കുറയുന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. നാളെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ 500 രൂപ ഒരു വാല്യൂ ഇല്ലാത്ത പോലെ ആവാറില്ല. അതേപോലെ തന്നെ ആയിരിക്കും ഡിജിറ്റൽ കറൻസിയും. അതിനും എന്താണ് ഒരു ഇൻട്രിൻസിക് വാല്യൂ, ജസ്റ്റ് ലൈക്ക് നമുക്ക് നോട്ടിലുള്ള പോലെ തന്നെ ഒരു ഇൻട്രിൻസിക് വാല്യൂ അതിനുണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ റുപ്പിയുടെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നാണ്. ഈ പറയുന്ന പോലെ എന്താണ് ഇതിന് വലിയ ബെനിഫിറ്റ്സ്, കംപ്ലീറ്റ്ലി ഈ റുപ്പിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, ഫസ്റ്റ് കാര്യം റെഡ്യൂസസ് ക്യാഷ് പ്രിൻറ്റിംഗ് കോസ്റ്റ്. അതായത് ബേസിക്കലി നമ്മുടെ ഗവൺമെൻറ്റിന് RBIക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കുറേ നോട്ട്സ് ഓരോ വർഷം പ്രിൻറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ പ്രിൻറ്റ് ചെയ്യാനൊക്കെ നല്ല പൈസ ഉണ്ട്. പ്രിൻറ്റിങ്ങിന് മാത്രമല്ല, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ആക്ച്വലി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പൈസ ആവുന്നുണ്ട്. അപ്പോൾ ഓരോ വർഷം ഓൾമോസ്റ്റ് 5,000 crore 5000 കോടി രൂപയാണ് ഇതിന് വേണ്ടി ചിലവാകുന്നത്.
ആ ഒരു കാര്യത്തിൽ വ്യത്യാസം വരും. നമ്മുടെ കൂടുതൽ ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുകയാണെങ്കിൽ അത്രത്തോളം ക്യാഷ് പ്രിൻറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ആ ഒരു കോസ്റ്റ് കുറയും എന്നാണ് RBI പറയുന്നത്. അങ്ങനെ കുറയായിരിക്കും. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് വലിയ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓൾറെഡി UPI ഒക്കെ പോലെ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ ബാങ്കിൻ്റെ ഇൻ്റർമീഡിയേഷൻ വരുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ഒരു ഗൂഗിൾ പേയിൽ നിന്ന് മറ്റൊരു ഗൂഗിൾ പേയിലേക്ക് പൈസ അയക്കാൻ പറ്റുള്ളൂ. എന്നാൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാരും ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 9.5 ലക്ഷം അഡൾട്ട്സിന് എങ്കിലും ഇപ്പോഴും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തൊരു സാഹചര്യമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അതിൽ പല ആൾക്കാരും വയസ്സായ ആൾക്കാരായിരിക്കും, മാത്രമല്ല വളരെയധികം റൂറൽ ഏരിയാസിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് RBI പറയുന്നത് ഈ ഒരു സംഗതി ഉണ്ടെങ്കിൽ, ഈ റുപ്പി ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെയും അവർക്ക് ട്രാൻസാക്ട് ചെയ്യാം. പക്ഷേ വീണ്ടും ഒരു ചോദ്യം, ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് എല്ലാവരും ഏരിയയിൽ എങ്ങനെയായിരിക്കും ഈ റുപ്പിയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ടെക്നോളജിയും അതിൻ്റെയുള്ള ഫോണും ഇൻ്റർനെറ്റും കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ളൊരു ചോദ്യമാണ്. എങ്കിലും ബാങ്ക് അക്കൗണ്ട് ആവശ്യമില്ലാതെ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഇവിടെ കാണുന്നുണ്ട്. ലാസ്റ്റ് കാര്യം, ഫ്രോഡ് പ്രിവെൻറ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കൗണ്ടർ ഫീറ്റ് അഥവാ കള്ളനോട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ 2022 ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 382 കോടിയാണ് സീസ് ചെയ്ത്, അതായത് പിടിച്ചെടുത്ത കൗണ്ടർ ഫീറ്റ് കറൻസി. ഇതിനേക്കാളും കൂടുതൽ ഓബ്വിയസ്ലി സർക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സംഗതി ഈ ഡിജിറ്റൽ റുപ്പി വരുന്നതിലൂടെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒബ്വിയസ്ലി ഇതിൻ്റെ കൗണ്ടർ ഫീറ്റ്, ഡിജിറ്റൽ റുപ്പിയും കൗണ്ടർ ഫീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പോസിബിലിറ്റി എപ്പോഴും ഉണ്ട്. എങ്കിൽ പോലും അതിനുള്ള ചാൻസ് കുറവായിരിക്കും. മേ ബി ടെക്നോളജി കുറച്ചുകൂടി സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഈ കൗണ്ടർ ഫീറ്റ് അഥവാ ഫ്രോഡും ബ്ലാക്ക് മണിയും കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഇത് സഹായിച്ചേക്കാം. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് ആണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ബെനിഫിറ്റ്സ് പറയുമ്പോഴും ഇതിൽ കുറേ ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ ആ ചാലഞ്ചസ് എന്താണ്, അതിൻ്റെ പോരായ്മകൾ എന്താണെന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ചാലഞ്ച് വരുന്നത്, നമ്മൾ ഓൾറെഡി നമ്മുടെ ഗൂഗിൾ പേയും ഫോൺ പേയും, അതായത് UPI എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് UPIയും ഈ ഗൂഗിൾ പേയും ഫോൺ പേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ UPI ഓൾറെഡി എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. നമ്മളിൽ പല ആൾക്കാരും ഓൾറെഡി ഗൂഗിൾ പേ ഉപയോഗിച്ചാണ് മിക്ക പേയ്മെൻറ്റ്സ് നടത്തുക. അപ്പോൾ ഇതൊക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗൂഗിൾ പേയും ഫോൺ പേയും UPIയുടെ മൊത്തം ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി കുറേ പൈസ ഗവൺമെൻറ്റും അതുപോലെ മിക്ക സ്റ്റാർട്ടപ്സും, ഗൂഗിൾ ആയിക്കോട്ടെ ഫോൺ പേ ആയിക്കോട്ടെ, പല സ്റ്റാർട്ടപ്സും ഓൾറെഡി ചിലവാക്കിയിട്ടുണ്ട്. മാത്രമല്ല അതെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ 2024 ഡേറ്റ് എടുത്ത് നോക്കിയാൽ ഓൾമോസ്റ്റ് 17,000 കോടി ട്രാൻസാക്ഷൻസ് ആണ് ഓൾറെഡി ഈ ഗൂഗിൾ പേ പോലത്തെ പ്ലാറ്റ്ഫോംസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 2025 ആകുമ്പോൾ ഇനിയും ഭയങ്കര അധികം ഇത് കൂടുന്നതാണ് ഓൾറെഡി പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന, മാത്രമല്ല ആർക്കും ഇതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ വരാറില്ല. അപ്പോൾ ഇത്രയും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഓൾറെഡി ഒരു സിസ്റ്റം ഉള്ളപ്പോൾ എന്തിനാണ് ഒരു പാരലൽ പുതിയ സിസ്റ്റം കൊണ്ടുവരുന്നത് എന്നുള്ള വലിയൊരു ചോദ്യമാണ്. മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇത് വലിയ രീതിയിൽ ആ ടെക്നോളജി വൈസ് വലിയ അഡ്വാൻറ്റേജ് ഒന്നുമില്ല. ആകെയുള്ളത് ബാങ്കുകളിൽ കൂടെയുള്ള ഒരു സഞ്ചാരം മാറ്റി അത് നേരെ RBIയിൽ കൂടി ആക്കുന്നു എന്നല്ലാതെ നമുക്ക് ആസ് എ എൻഡ് യൂസർ നമുക്ക് അതുകൊണ്ട് വലിയ മാറ്റം വരുന്നില്ല. ബാങ്ക് കൂടി ആണെങ്കിലും നേരെ ട്രാൻസ്ഫർ ആണെങ്കിലും നമുക്ക് സംഭവം വേഗം നടന്നാൽ മതി. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ റുപ്പി വലിയ അഡ്വാൻറ്റേജും കൊണ്ടുവരുന്നില്ല. അത് ആക്ച്വലി ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും കംപ്ലീറ്റ്ലി ഈ റുപ്പിയിലേക്ക് ഇനി മാറാൻ. മാത്രമല്ല നമ്മളത് പഠിച്ചെടുക്കേണ്ടി വരും, എല്ലാവരും ആ ടെക്നോളജിയിലേക്ക് മാറേണ്ടി വരും. അതൊരു അൺനെസസറി ചേഞ്ച് ആയിട്ട് നമുക്ക് വേണേൽ കാണാം. ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഏർണിങ്സ് ഉണ്ടാവില്ല. അതായത് നിങ്ങളുടെ പൈസ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ വെറുതെ വെക്കുകയാണെങ്കിൽ മിക്ക ബാങ്ക്സും 2.5 to 3.5% ഒക്കെ സേവിങ്സ് ഇൻട്രസ്റ്റ് തരും. ആ പൈസയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ അതേ പൈസ നിങ്ങൾ ഈ പറഞ്ഞ ഈ റുപ്പി വാളറ്റിലേക്ക് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ RBI നിങ്ങൾക്ക് ആസ് ഓഫ് നോ എന്തായാലും ഇൻട്രസ്റ്റ് തരുന്നില്ല, ഇനി അങ്ങോട്ട് തരാനുള്ള ചാൻസും ഇല്ല. അപ്പോൾ ആ പൈസ വെറുതെ അവിടെ കിടക്കുകയാണ് ചെയ്യുക, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഒന്നും കിട്ടാതെ. അപ്പോൾ എന്തിനും നമ്മൾ ആ വാളറ്റിൽ ഇങ്ങനെ പൈസ സ്റ്റോർ ചെയ്ത് വെക്കണം? ബാങ്കിൽ തന്നെ വെക്കുന്നതല്ല നല്ലത്. അപ്പോൾ ഒരു വലിയ ചോദ്യമാണ്. ലാസ്റ്റ് കാര്യം, ഈ പറഞ്ഞ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾ എവിടെ പോയാലും അവിടെ ഇൻ്റർനെറ്റ് ഉണ്ടാവണം. നിങ്ങൾക്ക് മാത്രമല്ല അവിടെയുള്ള ആൾക്കാർക്കും ഇൻ്റർനെറ്റ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഈ പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ. അപ്പം അത് ഓൾമോസ്റ്റ് 41% ആൾക്കാർക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ഇല്ലാത്ത രാജ്യത്ത് എങ്ങനെ ഇത് നടപ്പിലാക്കും? അത് കംപ്ലീറ്റ്ലി ഈ റുപ്പിയിലേക്ക് മാറും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. പിന്നെ ഇതിന് മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ടെക്നോളജി മാറാൻ സാധ്യതയുണ്ട്. ഓൾറെഡി പല രാജ്യങ്ങൾക്കും ഇതുപോലെ ഈ ഡിജിറ്റൽ കറൻസിയൊക്കെ ഉള്ള രാജ്യങ്ങളിൽ എങ്ങനെ ഇൻ്റർനെറ്റ് ഇല്ലാതെ വേറെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ ഒരു ട്രാൻസ്ഫറൊക്കെ നടത്താമെന്നുള്ളതിൻ്റെ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആസ് ഓഫ് നൗ ഇതിനോട് ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇല്ലാത്ത റീജിയൻസിൽ നമ്മൾ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റുപ്പി ഫേസ് ചെയ്യുന്ന ഓരോരോ ചാലഞ്ചസ്. അപ്പോൾ റുപ്പി എന്താണെന്നും റുപ്പി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അതിൻ്റെ ചലഞ്ചസ് അതൊക്കെ എന്താണ് ഫേസ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റുപ്പിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത് ആക്ച്വലി നല്ലതാണോ, ഇത് മോശമാണോ, ഓൾസോ ഈ പറയുന്ന പോലെ ഇത് വലിയൊരു റെവല്യൂഷണറി മാറ്റമായിരിക്കും നമ്മുടെ എക്കണോമിയിൽ കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓൾസോ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.